പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കെ ഒരു പുതിയ നാടകത്തിൻ്റെ അരങ്ങേറ്റത്തിനാണ് CPM ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലുണ്ടായ ഒരു വിഷയം ആസ്പദമാക്കിക്കൊണ്ട് അത് പ്രേമേന്ദ്രനെതിരെയും RSPക്കെതിരെയും UDFനെതിരെയുമായിട്ടുള്ള ഒരു വിഷയമാക്കി മാറ്റാൻ CPM ശ്രമിക്കുന്നു. ഞങ്ങളിതിനെ പരമപുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം രണ്ട് കാരണം. ഒന്ന്, ഒരു തരത്തിൽ അവർ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. മറ്റ് വിഷയങ്ങളൊന്നും പ്രേമേന്ദ്രനെതിരെ ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് 2019 ഇറക്കി പൊട്ടിയ പടം വീണ്ടും 2024 ഇറക്കാൻ ശ്രമിക്കുകയാണ്. കൊല്ലത്തെ മാധ്യമപ്രവർത്തകർക്ക് അറിയാം, 2019 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊല്ലം ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി പങ്കെടുത്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് പ്രേമേന്ദ്രനാണ് ക്ഷണിച്ചു വരുത്തിയെന്നും ഇത് കഴിഞ്ഞാലുടനെ പ്രേമേന്ദ്രൻ BJPക്കൊപ്പം പോകും എന്നുമായിരുന്നു അന്ന് പ്രചരണം. തെരഞ്ഞെടുപ്പ് തുടങ്ങി അവസാനം വരെ ഈ ഒറ്റ പ്രചരണമായിരുന്നു. പക്ഷേ കൊല്ലത്തിൻ്റെ ജനത ഇലക്ട്രേറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ബോധ്യമുണ്ട്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അന്ന് UDF സ്ഥാനാർത്ഥിയായ പ്രേമേന്ദ്രനെ വിജയിപ്പിച്ചു. 2024 അതിനുശേഷമുള്ള 5 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രാജ്യമെമ്പാടും ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് ചെറിയൊരു പാർട്ടിയുടെ ഒറ്റ MP ആയി പാർലമെൻറ്റിൽ ചെന്നിട്ട് രാജ്യം അംഗീകരിക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറി. ആ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് കഴിഞ്ഞ പാർലമെൻറ്റിൽ ശ്രീ നരേന്ദ്രമോദിക്കെതിരെയുള്ള പാർലമെൻറ്റിലെ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം, രാജ്യത്തുടനീളം ശ്രദ്ധിച്ച ശബ്ദം പ്രേമേന്ദ്രൻ്റെ ആയിരുന്നു. അതിനിശ്ചിതമായി തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ നയങ്ങളെ വിമർശിച്ചല്ല വലിച്ചു കീറിയിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സംഭവം, കഴിഞ്ഞ വെള്ളിയാഴ്ച പാർലമെൻറ്റ് പിരിയുന്നു. ശനിയാഴ്ച പിരിയേണ്ടതായിരുന്നു, ശനിയാഴ്ച ഒരു ദിവസം കൂടെ നീട്ടി. അന്ന് ഉച്ചയ്ക്ക് അപ്രതീക്ഷിതമായി പ്രേമേന്ദ്രന് കോൾ വരുവാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ വരണമെന്ന്. അവിടെ ചെല്ലുമ്പോൾ 8 MP-മാരുണ്ട്. അവിടെ 8 MP-മാരും കൂടെ കയറി ഇരുന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരുന്ന് സംസാരിച്ച് തികച്ചും വ്യക്തിപരമായ ഒരു രാഷ്ട്രീയമില്ല സംസാരിച്ചപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പോയി ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. അവർ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു. ഇതിലെന്താണ് അസ്വാഭാവികത? ഇന്ത്യ രാജ്യത്തെ ഏത് MP-യാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചാൽ ഇവിടം വരണമെന്ന് പറഞ്ഞാൽ വരാതിരിക്കുന്ന ഏതെങ്കിലും MP ഉണ്ടാവും? ഇന്ന് പലരും പുറത്തു എന്ന് പറയും ഞങ്ങൾ പോകത്തില്ല. എന്നാൽ ആരാന്നേലും പോകും. കാരണം നമുക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമുണ്ട് ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു MP-യെ കാണണമെന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് പാർലമെൻറ്റിലെ ഓഫീസിൽ വരാൻ പറഞ്ഞാൽ ആരാന്നേലും പോകും. അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കത്തില്ല എന്ന് പറയാനൊക്കെ. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. എന്നാൽ പ്രേമേന്ദ്രൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ഇവർക്കറിയാമെങ്കിലും ഇവർ പറയുന്നില്ല. അതിനുശേഷം BJP കൊണ്ടുവന്ന ആ ധവള പത്രത്തിനെതിരെ അതിനിശ്ചിതമായി ബദൽ രേഖ അവതരിപ്പിച്ചുകൊണ്ട് അതിന് ശേഷം സഖാവ് NK പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ വിമർശിച്ചു. അതെന്തേ ഇവർ കാണുന്നില്ല? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോടെ പ്രേമേന്ദ്രൻ നിലപാട് മാറിയെന്നല്ലേ ഇവർ പറയുന്നത്. അതൊന്ന്. അന്ന് തന്നെ കണ്ടു കഴിഞ്ഞ് പ്രേമേന്ദ്രൻ എന്നെ വിളിച്ച് സംസാരിച്ചു. പാർട്ടി സെക്രട്ടറിയും സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇങ്ങനൊരു കാര്യമുണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു എന്നുള്ളത് എന്നെ ധരിപ്പിച്ചു. ഞാൻ അന്നേരം പറഞ്ഞ പരിപാടി എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് മോഡിക്ക് മനസ്സിലായി, മോഡി ഇനിയും തിരിച്ചു വരത്തില്ല, യാത്രയയപ്പ് സമ്മേളനമായിട്ടായിരിക്കും നിങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. ഞാനങ്ങനെയാണ് കാണുന്നത്.